CMDRF അക്കൗണ്ട് നോക്കുമായിരുന്നേ. അതിൻ്റെ ഒരു ട്രാൻസ്പെറൻസി, നമ്മളൊക്കെ പൈസ കൊടുത്താണല്ലോ. അപ്പോൾ ഈ വീട് വെച്ച് കൊടുക്കപ്പെടുന്നു എന്നതിൻ്റെ പേരിൽ പൈസ കൊടുത്തതിൽ അവർ വളരെ റെസീറ്റ്സ് ആൻഡ് അലോട്ട്മെൻറ്റ്സ് ഫുള്ള് കാണിക്കുന്നുണ്ട്. അത് കയറി നോക്കിയാൽ കാണാം. അപ്പോൾ അതിൽ പൈസ കൊടുക്കരുത് എന്ന് പറഞ്ഞാണല്ലോ കോൺഗ്രസ് ഒരു പ്രചരണം നടത്തിയത്. ആ അക്കൗണ്ട് വിശ്വാസയോഗ്യമല്ല, അതുകൊണ്ട് കൊടുക്കരുത്. എന്നിട്ട് ബദലായിട്ട് അവരൊരു ആപ്പ് ഉണ്ടാക്കി അതിൽ പൈസ ശേഖരിച്ചിട്ട് വീട് വെച്ച് കൊടുക്കാമെന്നാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നത് ആ സമയത്ത്. ആ ആപ്പിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ ആ ആപ്പും കയറി നോക്കി. അത് ഇപ്പം ലഭ്യമല്ല. ആപ്പ് തന്നെ അതിലെന്തെങ്കിലും കണക്കുണ്ടോയെന്ന് അറിയാനാണ് നോക്കിയത്. ആപ്പേ ലഭ്യമല്ല. ആപ്പിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ KPCCയോട് ചോദിക്കാൻ. KPCCയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് DCC ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇപ്പം എന്തായാലും ആപ്പ് കാണുന്നില്ല, അതാണ് അവസ്ഥ എന്ന് പറഞ്ഞതാണ്. ഇതേ സമയത്ത് വയനാട് ആളുകളെ ബോധ്യപ്പെടുത്തിയത് CMDRFിൽ നിന്ന് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോണില്ല, ഞങ്ങൾ തരാം, വീട് ഞങ്ങൾ വെച്ച് തരാം. അപ്പം അത് വിശ്വസിച്ച് കുറേ പാവപ്പെട്ട ആളുകളുണ്ട്. അവരിപ്പോൾ വെയിലത്തേക്കാണെന്നേ. ഇതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഭയങ്കര ലാഘവത്തോടെയാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഫുള്ള് മറുപടി പറയുന്നത്. അപ്പോൾ KC വേണുഗോപാൽ ഇന്ന് പത്രക്കാരോട് പറഞ്ഞ ചിരിച്ചുകൊണ്ട് തമാശയായിട്ട് പറയുന്നത് ഞങ്ങളുടെ പൈസ ഒന്നും ഇല്ലല്ലോ എന്നാ പറയുന്നത്. അത് പറയുമ്പോൾ എപ്പോഴാണ് ഒരു 7 സ്റ്റാർ റിസോർട്ടിൽ ഒരു റൂമിന് 10-25,000 രൂപയാണ്. കോടിക്കണക്കിന് രൂപ ആ ഫുൾ റിസോർട്ട് 3-4 ദിവസത്തേക്ക് എടുത്ത് ചിലവഴിച്ചിട്ട് ആ ലക്ഷറിയിൽ നിന്ന് ഇറങ്ങി വന്നെന്നാണ് സാധാരണക്കാരുടെ വീടിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ പറഞ്ഞത് ഞങ്ങളുടെ പൈസ ഇല്ല എന്ന്. റിസോർട്ടുണ്ടല്ലോ, ഇവരെടുത്ത റിസോർട്ടിൻ്റെ അവിടെ നിന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരേ ഉള്ളൂ. ശ്രീ NM വിജയനും മകനും ആത്മഹത്യ ചെയ്ത വീടിന് അതും ഒരു വാഗ്ദാനത്തിൻ്റെ പുറത്ത് നടന്ന മരണമാണ്. അത് മനുഷ്യത്വപരമായത് ആലോചിക്കുമ്പോൾ ആർക്കും സങ്കടം തോന്നും. ഇവരുടെ DCC ട്രഷററായിരുന്നല്ലോ അദ്ദേഹം. ജോലി കൊടുക്കാന്ന് പറഞ്ഞ് ആളുകളുടെ നിന്ന് കാശ് വാങ്ങിയ ഒരു വാഗ്ദാനം പാലിക്കപ്പെടാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അന്നും ഇവർ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ സഹായിക്കും, അതും കൊടുത്തിട്ടില്ല. T സിദ്ദിഖ് ഈ കൽപ്പറ്റ MLA ആണ്. അദ്ദേഹത്തിനോട് ഈ കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം ഡേറ്റ് മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. അതും വളരെ ലാഘവത്തിൽ. അദ്ദേഹം CMDRFിൽ 1 രൂപ പോലും കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ CMDRF എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മുടെ എല്ലാവരുടെയും പൈസ ഇല്ല അത് എന്നൊക്കെയാണ്. നമ്മുടെ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തിട്ടുണ്ടോ, അദ്ദേഹം കൊടുത്തിട്ടുണ്ടോ എനിക്കറിയില്ല, അദ്ദേഹം കൊടുത്തിട്ടില്ല. അപ്പോൾ ആ സ്വന്തം MLA പോലും ആളുകളെ വഞ്ചിച്ചിരിക്കുകയാണെന്ന് നമ്മൾ കാണണം. സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ടു ഇതൊക്കെ ഒരു ഡെഡ് ലൈൻ പറയാൻ പറ്റുമോ. അത് മുമ്പ് December 28 കണ്ടോ പറഞ്ഞിരുന്നു, പിന്നെ January 10 എന്ന് പറഞ്ഞു. January 10 അടുക്കാറായപ്പോൾ പറയാണ് ഇത് ഇലക്ഷൻ പോലെ ഒരു ഡെഡ് ലൈൻ ഒന്നും ഇതിന് പറയാൻ പറ്റില്ല. ആ മുഖഭാവവും ടോണും ഒക്കെ ഇപ്പോഴാണല്ലോ വരുന്നത്. ഞാനോർക്കായിരുന്നു KC വേണുഗോപാൽ പറയുന്നത് എന്താ, ഞങ്ങളൊരു ചിരട്ടെങ്കിലും ചിരകി ജീവിച്ചോട്ടെ, ഞങ്ങളുടെ ഭരണമില്ല, കേരളവും കിട്ടിയില്ല, കേന്ദ്രവും ഇല്ല, അത് ആരുടെ കുഴപ്പമാണെന്ന് ആലോചിക്കണം. ഇവർക്കൊരു മുഴുത്തേങ്ങ കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ചിരട്ട തരുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ